ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ വീക്കെൻഡിലും ഓഫ് ഡേയ്സിലും ഒക്കെ ഫാമിലി ആയിട്ട് അടിച്ചു പൊളിക്കാൻ പറ്റിയ ഒരു അടിപൊളി പ്ലേസ് നമ്മുടെ അബുദാബിയിലുണ്ട്. അങ്ങോട്ടേക്കാണ് ഇന്ന് പോകുന്നത്. അപ്പോൾ ഞങ്ങൾ ലിഫ്റ്റിൽ കയറി. ഞങ്ങളുടെ കൂടെ ഇന്ന് ലിൻഡോസിന്റെ കസിന്റെ 2 കുട്ടികളും കൂടി ഉണ്ട് കേട്ടോ. അവരെയും കൂടി പിക്ക് ചെയ്തിട്ടാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ എങ്ങോട്ടേക്കാന്ന് ഞാൻ കാണിച്ചു തരാം. കിഡ്സിനൊക്കെ ഒരുപാട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലേസ് ആണ് ഇത്. അവർക്ക് കളിക്കാനുള്ള ഒത്തിരി ആക്ടിവിറ്റീസ് ഇവിടെ ഉണ്ട്. വിന്റർ ആയതുകൊണ്ട് റോഡിലൊക്കെ ഫ്ലവേഴ്സ് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയാണ് ആ ഫ്ലവേഴ്സ് ഒക്കെ കാണാനായിട്ട്. അപ്പൊ ഇതേ നമ്മൾ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇതാണ് ഉമൽ എമിറാത്ത് പാർക്ക്. നമ്മുടെ അബുദാബി സിറ്റിയിൽ കരാമ സ്ട്രീറ്റിലാണ് ഇത് വരുന്നത്. മുറു റോഡിന്റെ അവിടേക്ക് ആയിട്ട് വരും കേട്ടോ. ഇതിലേക്ക് ടാക്സിയും അവൈലബിൾ ആണ്, പബ്ലിക് ബസ്സും അവൈലബിൾ ആണ്. പിന്നെ ഇവിടെ അബുദാബിയിലുള്ളവർക്ക് അറിയായിരിക്കും, ഇവിടെ സെന്റ് ജോസഫ് ചർച്ചിന്റെ അടുത്തുനിന്ന് കുറച്ച് നടക്കാനേ ഉള്ളൂ. അപ്പൊ ഇതാണ് എൻട്രൻസ് വരുന്നത്. നമുക്ക് ഇവിടെ ടിക്കറ്റ് എടുക്കണം. 10 ദിർഹമാണ് ടിക്കറ്റ് ചാർജ് വരുന്നത്. കിഡ്സിന് ഫ്രീ ആണ്, അണ്ടർ 3 ഇയേഴ്സ് ഉള്ളവർക്ക്. ബാക്കി എല്ലാവർക്കും സെയിം ചാർജ് തന്നെയാണ്. പാർക്കിന്റെ ഇൻസൈഡ് കയറുമ്പോൾ തന്നെ നമുക്ക് കാണാം, നല്ല ലാർജ് ഏരിയ തന്നെയാണ് ഉള്ളത്. പിന്നെ ഭയങ്കര ഗ്രീനറി ആണ് കേട്ടോ. ഒരുപാട് പ്ലാന്റ്സും പാം ട്രീസും ഒക്കെ ഇവിടെ ഉണ്ട്. ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻസിൽ ഒന്നായി വിസ്ഡം ഗാർഡൻ ആണ് ഇത്. നമ്മൾ കയറി വരുമ്പോൾ തന്നെ ആദ്യം കാണുന്നത് ഇതാണ്. ഇവിടെ നമുക്കിങ്ങനെ 10 മാർബിൾസ് കാണാം. അതിന്റെ നടുവിലായിട്ട് ചെറിയൊരു പോണ്ടും കുറച്ച് പ്ലാന്റ്സും ഒക്കെ ആയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അടിപൊളി വ്യൂ ആണ്. ഈ മാർബിൾസിന്റെ ഒരു സൈഡിൽ കൂടി വാട്ടർ ഇങ്ങനെ ചെറിയ രീതിയിൽ ഫ്ലോ ചെയ്യുന്നുണ്ട്. അതിന്റെ അടുത്ത സൈഡില്, അപ്പുറത്തെ സൈഡിലാണെന്നുണ്ടെങ്കിൽ അറബിക്കിൽ കുറച്ച് കോട്ട്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതാണെന്നുണ്ടെങ്കിൽ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിന്റെ ആദ്യത്തെ പ്രസിഡന്റ് കൂടിയായിരുന്ന ഷെയ്ഖ് സെയ്ദ് ബിൻ സുൽത്താൻ അൽ നഹ്യാന്റെ പ്രവർത്തനങ്ങളും കാര്യങ്ങളും ഒക്കെയാണ്. കാരണം അദ്ദേഹം പ്രകൃതിക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. UAE പ്രകൃതിയും ആനിമൽസിനെയൊക്കെ ഒരുപാട് സംരക്ഷിക്കുകയും അതിൻ്റെ ഡെവലപ്പിന് വേണ്ടി ഒരുപാട് പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്തിരുന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തോടുള്ള റെസ്പെക്റ്റ് ആയിട്ടാണ് അവർ ഈ വിസ്ഡം ഗാർഡൻ ഇവിടെ നിർമ്മിച്ചേക്കുന്നത്. ആ കോഡ്സ് ആണ് കേട്ടോ അവിടെ അറബിക്കിൽ കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ബാക്കിൽ കാണുന്നത് ആംബി തിയേറ്റർ ആണ്. ഇവിടെ വെച്ചിട്ടാണ് ഒരുപാട് കൾച്ചറൽ പ്രോഗ്രാംസ് ഒക്കെ നടത്തുന്നത്. ഇവൻസുകളൊക്കെ ഇവിടെ വെച്ച് നടത്താറുണ്ട്. ഇതുവഴി ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കാൻ നല്ല രസമാണ് കേട്ടോ. നല്ല പീസ്ഫുൾ എൻവയോൺമെന്റ് ആണ്. കൂടാതെ ഗ്രീനറിയും ഒരുപാട് പ്ലാന്റ്സ് ഉണ്ട്. ഇവിടെ ഏകദേശം 250 ഡിഫറെന്റ് സ്പീഷീസ് ഓഫ് ട്രീസ് ആൻഡ് പ്ലാന്റ്സ് ഉണ്ടെന്നാണ് പറയുന്നത്. പിന്നെ നമ്മൾ പോകുന്ന വഴിക്കൊക്കെ ഇങ്ങനെ സൈൻ ബോർഡ് ഉണ്ടാവും. ഒട്ടും ക്രൗഡഡും അല്ല, നമുക്ക് ഇഷ്ടം പോലെ ഇരിക്കാം. എവിടെ വേണമെങ്കിലും ഇരിക്കാൻ സൈഡിലൊക്കെ ബെഞ്ചസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. പ്ലാന്റ്സും ട്രീസും മാത്രമല്ല കേട്ടോ, ഇവിടെ വേറെയും ഒരുപാട് അട്രാക്ഷൻസ് ഉണ്ട്. അതായത് ആനിമൽസ്, ബൊട്ടാണിക്കൽ ഗാർഡൻ, ചിൽഡ്രൻസ് ഗാർഡൻ, ഷെയ്ഡ് ഹൗസ്, അങ്ങനെ കുറേ.
ഇപ്പം നമ്മൾ ഈ പോകുന്നത് പെറ്റിംഗ് സൂവിലോട്ടാണ്. ഇവിടെ നമുക്ക് ആനിമൽസിനെ ഫീഡ് ചെയ്യാൻ പറ്റും. അത് എമു ഉണ്ട്, പിന്നെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഗോട്ടുണ്ട്, പിന്നെ ക്യാമലുണ്ട്, ക്യാമൽ റൈഡ് ചെയ്യാം, പിന്നെ പോണി റൈഡാണ്, ഹോഴ്സ് റൈഡിൽ പോണി റൈഡ്സ്, അങ്ങനത്തെയൊക്കെ ആക്ടിവിറ്റീസ് കുട്ടികൾക്ക് വേണ്ടി ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടെയാണ് കേട്ടോ ക്യാമൽ റൈഡ് ചെയ്യുന്നത്. അതിനുള്ള ക്യാമൽ ഇതേ അവിടെ റെഡി ആയിട്ട് നമ്മൾ നോക്കി നിൽപ്പുണ്ട്. ഈ ക്യാമൽ നമ്മളെ നോക്കി ചുണ്ടനക്കുന്നുണ്ടോ. വളരെ ക്ലീനും വെൽ മെയിൻറ്റെയിൻഡും ആണ് ഈ ഒരു പാർക്ക്. അപ്പോൾ ആ ഒരു ഏരിയയിൽ നമ്മൾ ഔട്ട് സൈഡിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതിന് പുറത്ത് കുറച്ച് ടർട്ടിൽസ് ഉണ്ട്. നമ്മുടെ കരയാമയാന്ന് തോന്നുമ്പോൾ നല്ല വലിപ്പമുണ്ട് കേട്ടോ ഇതിന്. രണ്ടുപേരും അവിടെ കിടന്ന് ഉറങ്ങുകയാണ്. ഒരാൾ ഇവിടെ ഫുഡ് അടിച്ചിട്ടാണ്. ഈ കൂട്ടിനുള്ളിൽ വേറെയും കുട്ടി ആമകളൊക്കെ ഉണ്ട് കേട്ടോ. അതുങ്ങൾ നമ്മളെ കാണുമ്പോൾ അടുത്തേക്കൊക്കെ വരും, ഓടി ഒളിക്കത്തൊന്നുമില്ല. പിന്നെ കുറച്ച് റാബിറ്റ്സ് ഒക്കെ ഉണ്ട്, അവരെ എനിക്ക് കാണാൻ പറ്റിയില്ല കേട്ടോ. അവരതിൻ്റെ ഉള്ളിൽ കയറി ഉറങ്ങുമായിരുന്നു. പുഴയുടെ തീരത്തുള്ള ചെറിയൊരു റെസ്റ്റിംഗ് ഏരിയ പണ്ടത്തെ ട്രഡീഷണൽ മോഡലിൽ ഇവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങോട്ടേക്ക് കടക്കാനായിട്ട് ചെറിയൊരു ബ്രിഡ്ജും പിന്നെ കുറച്ച് സ്റ്റോൺസ്, ട്രീസ്, നല്ല വൈറ്റ് സാൻഡ് ഒക്കെ ആയിട്ടൊരു ഏരിയ കേട്ടോ. നമുക്കവിടെ ഇരിക്കാം. അവിടെ ട്രഡീഷണൽ ആയിട്ടുള്ള പല സാധനങ്ങളും വെച്ചിട്ടുണ്ട്. ഇവർ പണ്ട് വെള്ളം ശേഖരിച്ച് വെക്കാൻ വേണ്ടി യൂസ് ചെയ്തിരുന്ന ഭരണിയാണ്. പിന്നെ ഇതിൻ്റെ ബാക്കിലായിട്ട് ചെറിയൊരു വെള്ളച്ചാട്ടമൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ.
ഒരു അരുവിയുടെ തീരത്തിരുന്ന് റെസ്റ്റ് ചെയ്യുന്ന നല്ലൊരു ഫീലിംഗ് ആണ് നമുക്ക് കിട്ടുക. ഇവിടെ ഇങ്ങനെ പല സ്ഥലത്തായിട്ട് കറ്റാർവാഴയൊക്കെ നട്ടു വെച്ചിട്ടുണ്ട് കേട്ടോ അവര്. ഇത് കണ്ടോ, കറ്റാർവാഴയുടെ ഫ്ലവർ. ഞാൻ ആദ്യമായിട്ടാണ് എൻ്റെ ഫ്ലവർ കാണുന്നത്. ഞാനിത് വിചാരിച്ചത് ആദ്യം സോയിലായിരിക്കും എന്നാണ്, പക്ഷെ ഇത് സോയിലല്ല കേട്ടോ. ഇതൊരു സിമെന്റ് കൊണ്ട് ഇങ്ങനെ സോയിൽ പോലെ ക്രിയേറ്റ് ചെയ്തേക്കുന്നതാണ്. പാർക്കിന്റെ ഉള്ളിൽ ഇവർ വാഷ്റൂംസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് വാഷ്റൂമാണ്. മെയിൽസിനും ഫീമെയിൽസിനും കിഡ്സിന് അങ്ങനെയൊക്കെ സെപ്പറേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിപ്പോൾ പോകുന്നത് ബൊട്ടാണിക്കൽ ഗാർഡനിലേക്കാണ്. പല വെറൈറ്റി പ്ലാന്റ്സ് ആണ് ഇവിടെ ഉള്ളത്. ലാറ്റിൻ അമേരിക്ക, ആഫ്രിക്ക, ഓസ്ട്രേലിയ, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഇവിടെ നിന്നൊക്കെ ഉള്ള പ്ലാന്റ്സുകളാണ് ഇവിടെ ഇവർ നട്ടുപിടിപ്പിച്ചേക്കുന്നത്. 200 റീജിയണൽ പ്ലാന്റ്സ് ഉണ്ടെന്നാണ് ഇവർ പറയുന്നത് ഇവിടെ ഈ ബൊട്ടാണിക്കൽ ഗാർഡനിൽ മാത്രം.
അടുത്ത് നമ്മൾ മൂവ് ചെയ്യുന്നത് ഷെയ്ഡ് ഹൗസിലേക്കാണ് കേട്ടോ. ഇതൊരു അടിപൊളി സ്ഥലമാണ്. ഇതിൻ്റെ ഉള്ളിൽ 30 സ്പീഷീസോളം പ്ലാന്റ്സും ട്രീസും ഒക്കെ ഉണ്ട്. നമ്മളൊരു ഫോറസ്റ്റിനുള്ളിലേക്ക് കയറില്ലേ, അതേ ഫീലിംഗ് ആണ് നമുക്ക് ഈ ഷെയ്ഡ് ഹൗസിലേക്ക് കയറുമ്പോൾ തോന്നുക. അപ്പൊ അവിടെ സെക്യൂരിറ്റീസ് നിൽപ്പുണ്ടായിരുന്ന ആ ഒരു അബുദാബിയുടെ പബ്ലിക് ആർട്ടിന്റെ ഭാഗമായിട്ടുള്ള കുറച്ച് ഇൻട്രൊഡക്ഷനും കാര്യങ്ങളും ഒക്കെയാണ് കേട്ടോ നമുക്ക് തന്നിന്ന്. അതിലൊരു മാപ്പൊക്കെ തന്നിട്ടുണ്ട്. QR കോഡ് സ്കാൻ ചെയ്ത് എവിടെയൊക്കെ ഉണ്ടെന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റും. അപ്പൊ ഞാൻ അതൊക്കെ വാങ്ങിച്ച് മുന്നോട്ട് നടന്നു. ശരിക്കും ഇതേ നോക്കി കാടിന്റെ ഉള്ളിൽ കൂടി നടക്കുന്ന പോലെ നമുക്ക് തോന്നും. പിന്നെ ഇത് നമുക്ക് ആ ഒരു ഫീലിംഗ് കിട്ടാൻ വേണ്ടി ഇവര് കിളികളുടെ സൗണ്ട് ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിന് ലിഫ്റ്റ് ഉണ്ട്. ഇവിടെ നമുക്ക് ഫസ്റ്റ് ഫ്ലോർ സെക്കൻഡ് ഫ്ലോറും പോകാം. ഗ്ലാസ് ആയിട്ടുള്ള ലിഫ്റ്റാണ്. അപ്പം മേളിൽ ചെന്ന് നമുക്ക് ഈ അബുദാബിയുടെ ഒരു 360 ഡിഗ്രി വ്യൂ നമുക്ക് കാണാൻ പറ്റും. അടിപൊളി വ്യൂ ആണ് കേട്ടോ. അബുദാബി എത്ര ബ്യൂട്ടിഫുൾ ആണെന്ന് നമുക്ക് ഇതിന്റെ മേളിൽ ചെല്ലുമ്പോൾ മനസ്സിലാവും. ഞങ്ങൾ ഇപ്പോൾ സെക്കൻഡ് ഫ്ലോറിലാണ് കേട്ടോ ഇറങ്ങി. നമുക്ക് ഫസ്റ്റ് ഫ്ലോറിൽ ഇറങ്ങിയാലും കാണാനൊക്കെ പറ്റും. പിന്നെ ഇവിടെ നല്ല കാറ്റാണ്. ഇത് പാർക്ക് മാർക്കറ്റ് ആണ്. ഇത് ഫ്രൈഡേസിലും സാറ്റർഡേസിലാണ് ഓപ്പൺ ആവുക. ഇവിടെ നൈറ്റ് ടൈം ആയിരിക്കും കൂടുതലും ആക്റ്റീവ് ആയിട്ടുണ്ടായിരിക്കുക. പിന്നെ ഇവിടുത്തെ ഒരുപാട് ഫുഡ് ട്രക്സും റെസ്റ്റോറൻറ്റും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് നൈറ്റിൽ വന്നു കഴിഞ്ഞാലാണ് കാണാൻ പറ്റുക. നൈറ്റ് വ്യൂ അമേസിംഗ് ആണ്. നമ്മൾ വന്നത് മോർണിംഗ് ടൈം ആയിരുന്നു, അതുകൊണ്ട് ഇതൊന്നും ഓപ്പൺ അല്ല. ആഫ്റ്റർ 5 PM ആണ് ഇതൊക്കെ ഓപ്പൺ ആവുക. ഇതൊക്കെ ഫുഡ് ട്രക്സ് ആണ്. പക്ഷെ ഇതൊന്നും ഇപ്പോൾ ഓപ്പൺ അല്ല, അവർ ഓപ്പൺ ചെയ്ത് വരുന്നേ ഉള്ളൂ. ഇവിടെ ആയിട്ട് കുട്ടികളുടെ പ്ലേ ഏരിയാസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. 2-3 സ്ഥലത്ത് അവരിങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് കണ്ട് കണ്ണിന് മസാജ് അല്ല, കണ്ണിന് എക്സസൈസ് കൊടുക്കുന്ന ഒരു ആക്ടിവിറ്റിയാണ് ഇത്.
ഇവിടെ ഡിസോർട്ടിങ് മിറേഴ്സ് വെച്ചിട്ടുണ്ട്, നമ്മളെ ടോൾ ആയിട്ടും ഷോർട്ട് ആയിട്ടും വൈഡനായിട്ടും ഒക്കെ കാണാൻ പറ്റുന്ന ടൈപ്പില്. പിന്നെ പാർക്കിന്റെ സൈഡിലായിട്ട് ഇങ്ങനെ സൈലോഫോൺസ് ഒക്കെ വെച്ചിട്ടുണ്ട്. ഇതിൽ മ്യൂസിക് കേൾക്കും, നമുക്കിങ്ങനെ മ്യൂസിക് ഒക്കെ ഇങ്ങനെ പ്ലേ ചെയ്യാൻ പറ്റും ഇതിന്റെ അകത്ത്. ഈ പാർക്ക് ശരിക്കും 1982 ഓപ്പൺ ആകുന്നത്. പക്ഷെ അത് കഴിഞ്ഞ് ഇത് കുറച്ചുനാൾ ക്ലോസ് ചെയ്തിരിക്കുകയും പിന്നെ 2015 ഇവരിത് റിനോവേഷന് വേണ്ടിയിട്ട് ഓപ്പൺ ചെയ്തു. അങ്ങനെയാണ് ഇതിന് ഉമ്മൽ എമിറാത്ത് പാർക്ക് എന്ന നെയിം വന്നത്. അതിന് മുമ്പ് ഇത് മുഷരീഫ് ചിൽഡ്രൻസ് പാർക്ക് എന്നായിരുന്നു അറിയപ്പെടുന്നത്. പിന്നെ അന്നൊക്കെ ആണെന്നുണ്ടെങ്കിൽ വുമൻസിനും കിഡ്സിനും മാത്രമേ അലൗഡ് ആയിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇപ്പൊ എല്ലാവർക്കും അലൗഡ് ആണ്. ഇത് കണ്ടോ, കാറ്റിൽ കറങ്ങുന്ന ഒരു വിൻഡ് മില്ലാണോന്ന് അറിയില്ല. അത് നമ്മുടെ കാറ്റിനനുസരിച്ച് ഇങ്ങനെ മൂവ് ചെയ്യും. ഇങ്ങനെ പാർക്കൊക്കെ ചുറ്റിക്കിടങ്ങി നടന്നൊരു ഹാഫ് ഡേ എൻജോയ് ചെയ്ത് നമ്മളവിടെ നിന്ന് ഇറങ്ങി. ഇതിന്റെ ഔട്ട് സൈഡിൽ എന്തൊക്കെ അലൗഡ് ആണ് അലൗഡ് അല്ല എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. പെറ്റ്സിനെ ഒന്നും അലൗഡ് അല്ല. പിന്നെ കിഡ്സിനുള്ള സ്നാക്സ്, ബിസ്ക്കറ്റ് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ നമുക്ക് ഇൻസൈഡിലേക്ക് കൊണ്ടുപോകാം. വലിയ വലിയ മീൽസ് ഒന്നും നമുക്ക് അകത്തേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. അതിന് പകരം അവർ ഇൻസൈഡിൽ കഫേസ്, റെസ്റ്റോറൻറ്റ്സും ഒക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് അവിടുന്ന് ഫുഡ് വാങ്ങാൻ പറ്റും. പോകുന്ന വഴിക്ക് ഞങ്ങള് ഡൊമിനോൺസിൽ കയറി പിസ്സ വാങ്ങാൻ വേണ്ടിയിട്ട് എല്ലാവരും നടന്ന് ക്ഷീണിച്ച് വിശന്നു. പിന്നെ പിസ്സ വാങ്ങാന്ന് വിചാരിച്ച് അങ്ങനെ പിസ്സ ഞങ്ങള് വാങ്ങിച്ചുകൊണ്ട് പോവാണ് കേട്ടോ ചെയ്തേ. അപ്പൊ അത്രേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.